സാറേ, അമേരിക്കൻ രാഷ്ട്രീയമാണ് ലോകമെമ്പാടുമുള്ള ചർച്ചാ വിഷയം. അമേരിക്ക ലോക പോലീസ് ആയതുകൊണ്ട് തന്നെ അവരൊരു വിളിപ്പേര് തന്നെ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ അത് ആളുകൾക്ക് ചർച്ച ചെയ്യാനും കേൾക്കാനും താല്പര്യമുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ പലതവണ അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ അമേരിക്കൻ ജനാധിപത്യത്തെ അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ കാണുന്ന ഒരു നിലവാരമുണ്ട്. ആ രാഷ്ട്രീയ നിലവാരം, പ്രത്യേകിച്ച് ട്രംപിനെതിരെ വധശ്രമം നടക്കുന്നു, പിന്നീട് ഇപ്പോൾ ബൈഡൻ മാറുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടുത്തെ രാഷ്ട്രീയ നിലവാരം താഴേക്ക് പോകുന്നുണ്ടോ? നമ്മൾ ചോദിക്കുകയാണെങ്കിൽ തറ നിലവാരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരമാണോ അവിടെ ഇപ്പം? അമേരിക്കൻ രാഷ്ട്രീയം തറ നിലവാരത്തിലേക്ക് അതിൻ്റെ കുറച്ചാലായി. ബേസിക്കലി അമേരിക്കൻ ഇയാൾ എന്താണ് ജോർജ് ബുഷ് ജൂനിയറും അൽഗോറും തമ്മിലുള്ള മത്സരം വരെ ഒരു ജെന്റിൽമാൻസ് ഗെയിമായിരുന്നു. കാരണം അമേരിക്കൻ ഇലക്ഷൻ ഇവിടെ ഇന്ത്യയിലാരും ഇങ്ങനെ SFI ക്യാമ്പിലൊക്കെ ഇവർ പറയുന്നത് അമേരിക്കൻ സൗന്ദര്യ മത്സരം എന്നൊക്കെ എന്ന് പറയും. കാരണം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ അമേരിക്കയിൽ ക്വാളിറ്റി അല്ല നോക്കുക, ഒരാളെ ഫോട്ടോ നോക്കിയിട്ടാണ് അയാൾ കാണാൻ കൊള്ളാവുന്നവനാണോ, അത്തരം മര്യാദയുള്ള ഭാഷ പ്രയോഗിക്കുന്നു, അല്ലാതെ സാമ്പത്തികമായി നോക്കിയിട്ടൊന്നല്ല ആളുകൾ വോട്ട് ചെയ്യുന്നു. അങ്ങനെ നല്ല അമേരിക്കക്കാർ വോട്ട് ചെയ്തിരുന്ന കൃത്യമായ സാമ്പത്തിക നയം എന്താണെന്ന് നോക്കിയിട്ടും എക്സ്റ്റേണൽ പോളിസി എന്താണെന്ന് നോക്കിയിട്ടും ഒക്കെ തന്നെയാണ് ഒരു ആരോഗ്യ പരിരക്ഷയായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇതൊക്കെ നോക്കിയാൽ വോട്ട് ചെയ്യുന്നത്. ഇവിടെ മണ്ടന്മാർക്ക് വല്ലതും അറിയുമോ? ഇവരെ വിചാരം എന്ന് വെച്ചാൽ ഈ ലുക്ക് മാത്രം കണ്ടാൽ ഇവിടുത്തെ അന്നത്തെ നേതാക്കന്മാരൊക്കെ തന്നെ കൂതർ ലുക്കിൽ നടന്നവരാണ്. പ്രത്യേകിച്ച് CPM നല്ല ലുക്ക് കണക്കാന്നുണ്ടെങ്കിൽ പിണറായി വിജയനാണ്. പിണറായി വിജയൻ നല്ല വെള്ളമുണ്ട് ഷർട്ടൊക്കെ നല്ല ഡീസൻ്റായി, ഇപ്പോൾ അതിന് ശേഷം ഡീസൻ്റായി നടക്കുന്നത്. എങ്കിലും ഈ കൂതറത്തിന് വായന്ന് പുറത്തെയുള്ളൂ. ഇപ്പം എന്താ അമേരിക്കയിൽ അങ്ങനെ ഇല്ലായിരുന്നു, അവർ വളരെ ഡീസൻ്റായിട്ടാണ്. എനിക്കിതറിയാമെന്ന് വെച്ചാൽ JNUവിൽ ഇതേ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അവിടെ ഇലക്ഷൻ എന്ന് വെച്ചാൽ നല്ല ഒരു പ്രോഗ്രാമുമായിട്ട് നല്ലൊരു കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞിട്ട് നല്ല പ്രാസംഗികനാണ് അവിടെ ജയിക്കാൻ പറ്റും. അതായത് അടിയിടിയൊന്നുമില്ല. അങ്ങനെയാണ് ഈ കനയ്യകുമാർ ജയിക്കുന്നത്. CISFന് ഏറ്റവും ശക്തിയുള്ള സ്ഥലമാണ് കേരളം. കേരളത്തിൽ ഏറ്റവും ശക്തിയുള്ള സ്ഥലമാണ് കൊല്ലം. കൊല്ലത്ത് ഏറ്റവും ശക്തിയുള്ള സ്ഥലമാണ് ചിന്നക്കട. അവിടുത്തെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ ഭരണിക്കാവ് അവിടെയുള്ള സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ AISFന് JNUവിൽ ഒരാൾ അവർ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ കഴിവാണ്. അവൻ നന്നായി ഹിന്ദി പ്രസംഗിക്കും, ഇറ്റ നാടകമൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ അവൻ്റെ ഒരു കഴിവുകൊണ്ടാണ് അവിടെ ജയിച്ചത്. ഈ അമേരിക്കൻ മോഡൽ അല്ല ഇവിടെ കേരളത്തിലേറ്റായിരുന്നെങ്കിൽ അവനിപ്പോൾ സിദ്ധാർത്ഥൻ്റെ അവസ്ഥയായി പോയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരെ ഇങ്ങനെ കൊണ്ടുവന്ന് പാട്ട് ആസാദി പാടിച്ചുകൊണ്ടാണ് എനിക്ക് ചിരി വരുമായിരുന്നു. കനയ്യകുമാർ കേരളത്തിലാണെങ്കിൽ കനയ്യകുമാർ ഇല്ല. കനയ്യകുമാർ ഈ പറയുന്നതിന് മാതിരി ശത്രുക്കളെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ചുമന്ന് തലയടിച്ച് മരിച്ചു പോകുമായിരുന്നു. നല്ല റിപ്പോർട്ട് വരുള്ളൂ. അപ്പം അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ഇലക്ഷനിൽ ജെഫ് ബുഷ്, ഫ്ലോറിഡയിലാണ് ജെഫ് ബുഷ് ഗവർണർ ഗവർണറായിരുന്നു. അപ്പോൾ അയാൾ അവിടെ കൂടുതൽ ഇലക്ടറൽ വോട്ടുണ്ട് ഈ ഇലക്ഷൻ സ്വാധീനിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങേര് അവിടെ ഇലക്ടറൽ വോട്ടിൽ കൃത്രിമം കാണിച്ചു വന്നു. പോപ്പുലർ വോട്ട് കൂടുതലായി കിട്ടിയ അൽഗോർ പരാജയപ്പെട്ടു വന്നു ഒരു ഇത് വന്നു. അതോടുകൂടി ഇവരുടെ പലപ്പോഴും ഉള്ള ഈ കേരളത്തിലൊക്കെ നടക്കുന്ന പോലുള്ള കമൻസ് അവിടെ നടന്നു. അങ്ങനെ 1 മാസം 2 മാസം അവിടെ സ്റ്റാൻഡ് സ്റ്റില്ലായിരുന്നു, ഒന്നും നടന്നില്ല. കേസ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് കേട്ടതെന്ന് വെച്ചാൽ എബ്രഹാം ലിങ്കനൊക്കെ റിപ്പബ്ലിക്കാനാണല്ലോ, എബ്രഹാം ലിങ്കൻ അവരെ തെറി വന്നെന്നാണ് കേട്ടത്. എബ്രഹാം ലിങ്കനൊക്കെ നമുക്കറിയാം, നിങ്ങളൊരു ഡയലോഗ് ഒന്നും അടിക്കണം എന്നൊക്കെ രീതിയിൽ ഇവിടെ ഉള്ള പോലെ രാഷ്ട്രീയ അമേരിക്കയിൽ വന്നു എന്നാണ് നമ്മളന്ന് ടൈംസിലൊക്കെ വായിച്ചത്. പക്ഷേ അത് അങ്ങനെ അമേരിക്കൻ രാഷ്ട്രീയം അങ്ങനെ ഡിറ്റോറിയേറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അമേരിക്കയിലെ ഫെഡറൽ കോർട്ട് തന്നെയാണ് തോന്നുന്നു ഫൈനലി വന്നിട്ട് ഒഫീഷ്യലായിട്ടുള്ള വെർഡിക്റ്റ് ശരി വെച്ചു. അത് പിന്നെ ആരും അതിന് അപ്പീലൊന്നും പോയില്ല. ഇവിടെയാണ് അപ്പീൽ പോകും, അവിടെ അപ്പീലും പോയില്ല. അവർക്ക് രാജ്യത്തോടാണല്ലോ ഉത്തരവാദിത്വം. അങ്ങനെ അൽഗോർ പരാജയം സംബന്ധിച്ച് ബുഷ് പ്രസിഡൻ്റായി. പക്ഷെ അതിനുശേഷം അമേരിക്കൻ പൊളിറ്റിക്സ് വലിയ മാറ്റം ഉണ്ടായി. പിന്നെ ബുഷ് 2 തവണ വന്നെങ്കിൽ ജോൺ കെറി ആയിരുന്നു സ്ഥാനാർത്ഥി. ജോൺ കെറി ഒരു മാന്യനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. പക്ഷെ അത് ബുഷ് അങ്ങ് ജയിച്ചു. അവിടെ പൊതുവേ അവിടെ ട്രംപും അങ്ങനെ ചുരുക്കം ചില ആളുകളാണ് ഒരു ടൈം മാത്രമേ ഇരുന്ന് പുറത്തു പോയിട്ടുള്ളൂ. പൊതുവേ 2 ടൈം ഇരിക്കുക അവർ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒബാമ വന്നപ്പം റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടിന് ഉള്ളിലായി പ്രശ്നം. കാരണം ഒബാമയെ സംബന്ധിച്ചിടത്തോളം ഒബാമ വരുമെന്നാരും കരുതിയല്ലോ. പക്ഷെ ഫസ്റ്റ് പ്രൈമറിയിൽ ഒബാമ ജയിച്ചു. അതോട് കൂടിയിട്ട് ഒബാമയ്ക്കെതിരെ ഒരു സംഭവം അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു, അവരുടെ ഇടയിൽ നിന്ന് വന്നു. അത് അമേരിക്കൻ രാഷ്ട്രീയത്തിന് അത്ര പരിചയമില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ ഒബാമ ഇപ്പോഴും വന്ന് ഐ ആം ഓൾവേസ് എന്താ പറയുന്ന ഒരു വാക്കം കണ്ടു നമ്മൾ ഒരു പട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ വാക്ക് ഉപയോഗിക്കുന്നത് തോന്നി. ഓക്കെ, പിന്നെ അങ്ങനെ പറഞ്ഞാൽ ഐ ആം ഓൾവേസ് ആൻ അണ്ടർ ഡോഗ് എന്ന് വെച്ചാൽ ഞാനെപ്പോഴും താഴെ.
എന്നൊരു പ്രസ്താവന നടത്തി. പിന്നെ അത് അങ്ങനെ പരിഗണിക്കപ്പെട്ടു. അങ്ങനെ അവസാനം ഒബാമ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വരുന്നു. ഒബാമയ്ക്കെതിരെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി അന്ന് പിന്നെ അവിടുത്തെ ഒരു തദ്ദേശ വംശജൻ കൂടിയായിട്ടുള്ള ഒരാളാണ്, പേര് ഞാൻ മറന്നു. ആ ഇലക്ഷനിൽ പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ അവസാനം അപ്പോഴത്തെ തദ്ദേശ വംശജൻ എന്ന് വെച്ചാൽ അമേരിക്കൻ ഇന്ത്യൻസ് എന്ന വിഭാഗമുണ്ടല്ലോ, ആ വിഭാഗത്തിലും സായിപ്പിനുണ്ടായതായിരിക്കും ഇതിൻ്റെ ഉള്ള ഒരാൾ. പിന്നെ ഇയാൾ വരുന്നു, ആര്, നമ്മുടെ ഒബാമയായിരുന്നു. ഒബാമനെ അമ്മ നല്ല വെളുത്തിട്ടാണ്, അച്ഛനാണെന്ന് തോന്നുന്നു ഈ പറഞ്ഞ ആഫ്രിക്കനായിരുന്നു. ഇവർ രണ്ടുപേരുടെ വരവിന് അങ്ങനെ തോന്നുന്നു. ആ ഇലക്ഷനിൽ പക്ഷേ അത് ഭയങ്കരമായിട്ട് ഹീറ്റഡായി, അവസാനത്തേക്ക് അത് നല്ല മത്സരമായിരുന്നു മാറി. അതിൽ അമേരിക്കക്കാർ വൈറ്റ് തന്നെ, അന്ന് എല്ലാവരും പൊതുവെ വന്ന് ബ്ലാക്സ് ഇയാളെ സപ്പോർട്ട് ചെയ്യും, വൈറ്റ് മറ്റേ സപ്പോർട്ട് ചെയ്യും. പക്ഷേ വൈറ്റ്സ് അത് അഭിമാന പ്രശ്നമായിട്ട് എടുക്കുകയും ആ ഇലക്ഷൻ ഒബാമയെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കുകയും ചെയ്തു. ഒബാമ വന്നിട്ട് അയാളുടെ സാമ്പത്തിക നയത്തിന് പ്രധാനപ്പെട്ടായിരുന്നു പിന്നെ ഇപ്പം ആരോഗ്യ ഇൻഷുറൻസൊക്കെ. അപ്പോൾ ഒബാമ ഈ ആരോഗ്യ ഇൻഷുറൻസൊക്കെ കൊണ്ടുവന്നു. അത് വലിയ രീതിയിൽ ഗുണകരമായിരുന്നു അവർ, വലിയ രീതിയിൽ ഗുണകരമായ ഒരു കാര്യമാണ് ഒബാമയുടെ ആരോഗ്യ ഇൻഷുറൻസ്. പക്ഷേ റിപ്പബ്ലിക്കൻസ് അതിനെ എതിർത്തിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ബ്ലാക്ക് ആയതുകൊണ്ട് ഒരു പിന്നെ ആൻറ്റി ബ്ലാക്ക് സെൻറ്റിമെൻറ്റ്സിലേക്ക് പോകണ്ടെന്നുള്ളതുകൊണ്ട് കുറച്ച് അവർ മര്യാദ കാണിച്ചു. ഇദ്ദേഹത്തിന് രണ്ട് ടീമിന് അങ്ങനെ ആ രീതിയിലൊരു കർത്തവെന്നുള്ള സംഭവം. സൗദി അറേബ്യയിലെ രാജാവും അങ്ങനെ ആരോ മാത്രമാണ് ഇങ്ങനെ കർത്തവെന്ന് വിളിച്ചത്. കാരണം അറേബ്യയിൽ എപ്പോഴും ആരോഗ്യമുള്ള അടിമകൾക്ക് നല്ല അങ്ങനെ ഒരു പരാമർശം വന്നിരുന്നു. പുറം രാജ്യങ്ങൾ വിളിച്ചു, അമേരിക്ക ഉള്ളിൽ. പക്ഷേ ഇത് മുഖമുഖപ്പെട്ടു ഒരു കർത്തവനെ പ്രസിഡന്റായി അംഗീകരിക്കുന്നതിൽ അവിടുത്തെ അപ്പോൾ ലോവർ ക്ലാസിൻ്റെ ഇടയിലൊക്കെ വലിയ പ്രശ്നമുണ്ടായത്, അപ്പർ ക്ലാസിൻ്റെ ഇടയിൽ വലിയ പ്രശ്നമുണ്ടായത്. സത്യത്തിൽ പിന്നെ ട്രംപിൻ്റെ വിജയത്തിലേക്ക് നയിക്കുന്ന ഇതാണ്. ട്രംപിൻ്റെ വിജയത്തിലേക്ക് നയിക്കുന്നത് ഈ പറയുന്ന ലോവർ ക്ലാസിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ആൻറ്റി ബ്ലാക്ക് സെൻറ്റിമെൻറ്റ്സും ഈ ഡെമോക്രാറ്റ്സ് വളരെ ലീനിയൻസ് ഇവരോട് കാണിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല ഈ ഈ ഗ്ലോബൽ വാർസ് പലതും ഗൾഫ് യുദ്ധമൊക്കെ തുടങ്ങി വെച്ച ജോർജ് ബുഷനും അങ്ങനെയുടെ അച്ഛനൊക്കെ ആണെങ്കിൽ പോലും ഇയാൾ ഈ യുദ്ധം അവസാനിപ്പിച്ച് അമേരിക്കയുടെ ചിലവ് കുറയ്ക്കുമെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു ആര്, ഒബാമ. പക്ഷെ ഒബാമ അങ്ങനെ അവസാനിപ്പിച്ചില്ല. ഒബാമയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ ഡ്രോൺ അറ്റാക്ക് നടന്നത് ഒബാമയുടെ സമയത്താണ്. ഒബാമ ഫൈറ്റർ പൈലറ്റുകളൊക്കെ ഒഴിവാക്കി, ഡ്രോൺ വിട്ടു. ഏറ്റവും കൂടുതൽ ഡ്രോൺ അറ്റാക്ക് നടന്നത് മൂപ്പരുടെ സമയത്താണ്. അപ്പോൾ അമേരിക്കയുടെ ഫണ്ട് എന്ന് പബ്ലിക് എക്സ്ചേക്കിന് വലിയ നഷ്ടം വന്നു. അമേരിക്ക കമ്പനികൾക്ക് ലാഭമാണ്. ഇപ്പോൾ ഈ ഡ്രോൺ ഉണ്ടാക്കുന്ന ലോക്കീഡ് മാർട്ടിനാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനികൾക്ക് ലാഭമാണ്. പക്ഷേ എക്സ്ചേക്കറിൽ ഭയങ്കര നഷ്ടപ്പെടുന്നു, താഴെ തട്ടിലെ ആളുകൾ. അപ്പോൾ ഈ സബ്പ്രൈം ക്രൈസിസ് കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒബാമയുടെ വിജയത്തിന് പങ്കുവെച്ച വിവരമാണ് സബ്പ്രൈം ക്രൈസിസ് ആണ്. അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നല്ലോ, അത് ഈ യുദ്ധങ്ങളൊക്കെ കൊണ്ടാണെന്നുള്ളൊരു ഫീല് വന്നു ഈ പറഞ്ഞ വാൾ സ്ട്രീറ്റ്. അങ്ങനെ പിന്നെ ഈ പറയുന്ന തന്നെ മാതിരി ഒരു സെൻറ്റിമെൻറ്റ്സ് അമേരിക്കയ്ക്ക് വേണ്ടി ഉണ്ടാവുകയും ഇവന്മാർ അമേരിക്കനെ വിറ്റ് തിന്നാന്നുള്ള ഫീല് വരികയും അത് കുറച്ച് ബ്ലാക്കിനെ പ്രസിഡൻ്റായി തിരഞ്ഞെടുപ്പ് എടുത്തതിലുള്ള ആ ദേഷ്യവും അങ്ങനെ ഒരു വലിയ തോതിലുള്ള സാധാരണക്കാരൻ്റെ പൊളിറ്റിക്സ്, സ്ട്രീറ്റ് പൊളിറ്റിക്സ് അമേരിക്കനെ കൈയടക്കി. ഈ അറബ് സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഈ സ്ട്രീറ്റ് ഈ പറയുന്ന പ്രൊട്ടസ്റ്റിൻ്റെ അല്ലെ സ്ട്രീറ്റ് പൊളിറ്റിക്സിൻ്റെ ഉൽപ്പന്നമാണ് ഇയാൾ കോടീശ്വരനാണെങ്കിൽ പോലും ട്രംപ് അഡ്ജസ്റ്റ് ചെയ്ത അദ്ദേഹം അഡ്രസ്സ് ചെയ്ത സ്ട്രീറ്റിനെയാണ്. അതുപോലെ അദ്ദേഹത്തിന് ഈ ഒബാമയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ അദ്ദേഹം മൂപ്പരത് നിർത്തലാക്കി. ഇപ്പോഴും ഞാൻ അറിയുന്ന 1-2 അമേരിക്കൻ ഇന്ത്യൻസായ പിള്ളേരുണ്ട്. അപ്പോൾ അവർ നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള അവിടെ ജനിച്ച പിള്ളേർ. അപ്പോൾ അവരിപ്പോഴും ഭയങ്കര ട്രംപിൻ്റെ ഫാൻസാണ്. ഞാൻ ചോദിച്ചാൽ എന്താണ് ട്രംപിൻ്റെ ഫാനാവുന്നത്? അപ്പോൾ പറയുന്നത് വെച്ചാൽ അമേരിക്കയ്ക്ക് നല്ല ട്രംപാണ്. ശരിയാണ്, യുദ്ധങ്ങളെ അവസാനിപ്പിച്ചു, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടിപ്പോന്നു, ഇറാഖിൽ നിന്ന് ഓടിപ്പോന്നു. അപ്പോൾ അമേരിക്കയിലെ എക്സ്ചക്കറിൽ വലിയ നഷ്ടം ഉണ്ടാക്കാതെ നോക്കാൻ അങ്ങനെ ശ്രമിക്കുന്നുണ്ടെന്നൊരു ഫീല് താഴെത്തട്ടിലുണ്ട്. ലോക പോലീസ് ആകണ്ടെന്ന് അമേരിക്കൻ പോലീസ് ആയാൽ മതി എന്ന് തീരുമാനിച്ചു. പിന്നെ മാത്രമല്ല ഈ ബ്ലാക്സിൻ്റെ ഒരു ഹൈപ്പ് ഇല്ലാതാക്കാനും പറ്റുമെന്നുള്ളൊരു ഫീല് അങ്ങനെയാണ് ഇങ്ങനെ വന്നത്. പക്ഷെ ഇങ്ങനെ വായ എടുത്താൽ പറയുന്നത് മൊത്തം ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കാട്ട് എന്താണ് സംഭവമാണ്. പിന്നെ ഡയലോഗാണ് അടിക്കുക. അത് അമേരിക്കക്കാർക്ക് പുതുമയായിരുന്നു. ആ പുതുമ പക്ഷേ ഫാഷനായി മാറി. ഇങ്ങനെ ഈ ഇലക്ഷൻ ആദ്യ തവണ നിൽക്കുമ്പോൾ ഇലക്ഷൻ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അതായത് അതുവരെ കണ്ട ഈ ഇവർ പ്രചാരണം നടത്തുമ്പോൾ സ്ഥാനാർത്ഥികൾ വളരെ മാന്യന്മാരായിട്ട് നിന്നിട്ടാണ് അവർ പ്രചാരണം. പക്ഷേ ട്രംപ് എതിർ സ്ഥാനാർത്ഥി സംസാരിക്കുമ്പോൾ കളിയാക്കുക, ആക്രോശിക്കുക, അയാളെ പുച്ഛിക്കുന്ന തരത്തിൽ സംസാരിക്കുക, ഈ രീതിയിലേക്കൊക്കെ മാറിയപ്പോൾ ആളുകൾ പക്ഷേ വോട്ട് ചെയ്തു. അതൊരു കൾട്ടായി മാറി. സാധാരണക്കാരൻ നമ്മളിപ്പം സാധാരണക്കാരൻ വോട്ട് ചെയ്യാൻ പോകുന്ന സാധാരണക്കാരൻ ബേസിക്കലി ഇവിടെ ഉണ്ടാവുക. അവൻ പബ്ബിലൊക്കെ അല്ലേ ഉണ്ടാവുക. അവൻ അവിടെ ഇരുന്നിട്ട് ഈ പറയുന്നതിൻ്റെ ധൃതയുടെ നോവലിനെ പറ്റിയിട്ടല്ല സംസാരിക്കുക. അവൻ സംസാരിക്കുന്ന ഭാഷയാണ്, അവൻ്റെ ബോഡി ലാംഗ്വേജാണ് ഇയാൾക്ക്. അതാണ് ഇയാളുടെ പ്രത്യേകത. അതുകൊണ്ടാണ്
ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിൽപ്പെട്ട അപ്പർ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ഒരുത്തൻ പെൻറ്റഗൺ അല്ലെങ്കിൽ ഈ പറയുന്നത് വൈസ് സ്റ്റേറ്റ് പിടിച്ചെടുക്കാൻ പറ്റുമോ? ഇയാൾക്ക് വേണ്ടി വന്ന താഴെ തട്ടിലുള്ള ആളുകളാണ്. അതെ. അപ്പോൾ പൊളിറ്റിക്സ് എന്ത് ചെയ്താൽ തെരുവുവൽക്കരിക്കപ്പെട്ടു. സ്ട്രീറ്റ് പൊളിറ്റിക്സ് ആയി അമേരിക്കൻ പൊളിറ്റിക്സ് മാറി. അമേരിക്കൻ പൊളിറ്റിക്സ് അതിൻ്റെ ആദ്യ കാലം തൊട്ടേ അതൊരു എലീറ്റ് പൊളിറ്റിക്സ് ആയിരുന്നു. ആ എലീറ്റ് പൊളിറ്റിക്സ് സ്ട്രീറ്റ് പൊളിറ്റിക്സ് ആയി മാറി. അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് ഇദ്ദേഹം. അതിൽ നമ്മൾ ചോദിക്കുന്നത് ഈ ട്രംപ് ഇവിടെ വന്ന് ഇദ്ദേഹത്തിന് നേരെ വധശ്രമം ഉണ്ടായി, അതിനുശേഷം അമേരിക്കയ്ക്ക് ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടോ? കാരണം ഇതുവരെ സംഭവിക്കാത്തതൊക്കെ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെയല്ല, അമേരിക്കയുടെ സിസ്റ്റം ഉള്ളിൽ വളരെ സ്ട്രോങ് ആണ്. അത് വളരെ ചെക്ക് ആൻഡ് ബാലൻസ് ഉള്ള സിസ്റ്റമാണ്. അവിടെ പ്രസിഡന്റിന് ഭീകരമായ അധികാരം അയാൾ കാണിച്ച അയാളെ ചവിട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ സെനറ്റ് ആൻഡ് സിൻഡിക്കേറ്റ് ഉണ്ട്. ഒരിക്കലും ഒരു പാർട്ടിക്കും വളരെ അപൂർവമായിട്ടാണ് രണ്ടെണ്ണത്തിന് മേധാവിത്വം ഉണ്ടാവുക. പല ബില്ലുകളും അവർ വഴിയേ പോവുള്ളൂ. ഇനി അവരധികം കടക്കാതിരിക്കാൻ പ്രസിഡന്റും ഫെഡറൽ കോർട്ടും ഉണ്ട്, സുപ്രീം കോർട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു നല്ല ചെക്ക് ആൻഡ് ബാലൻസ് ഉള്ള സിസ്റ്റമാണ് അമേരിക്ക. അതിലെല്ലാം ഉപരിയായിട്ട് അമേരിക്കൻ ഇക്കോണമിയും പൊളിറ്റിക്സും ഗൈഡ് ചെയ്യുന്നത് വാൾ സ്ട്രീറ്റ് ആണ്. വാൾ സ്ട്രീറ്റ് അതിസമ്പന്നരായിട്ടുള്ള ആളുകളാണ്. അപ്പം അമേരിക്കൻ പൊളിറ്റിക്സ് അങ്ങനെ ഒരു അനിശ്ചിതത്വമൊന്നുമില്ല. പക്ഷേ പ്രശ്നം അത് കൂടുതൽ ജനകീയമായി എന്നുള്ളതാണ്. സാധാരണക്കാരൻ്റെ ഭാഷ കൂടുതൽ വരുന്നു, സാധാരണക്കാരൻ്റെ പിന്നെ സെൻസിബിലിറ്റിയെ കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്ന അവൻ്റെ ഭാഷ സംസാരിക്കുന്ന ആളുകൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത്. അപ്പോൾ കമലാ ഹാരിസ് നേരിടാൻ പോകുന്ന വലിയൊരു പ്രശ്നം അത് തന്നെയായിരിക്കും. കമലാ ഹാരിസിൻ്റെ വന്നു കഴിഞ്ഞാൽ അവരെയും ഈ പറയുന്ന വാൾ സ്ട്രീറ്റിൻ്റെ ആളായിട്ടാണ് ആളുകൾ കണക്കാക്കുക. അപ്പോൾ ഇയാളങ്ങനെയല്ല. അപ്പം ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ആളുകൾ, സാധാരണക്കാരായ ആളുകൾ ട്രംപിനാണ്. ഇത് ഇന്ത്യക്കാരാണ് ഏറ്റവും വലിയ വെട്ടിൽ വീഴുന്നത്. അത് ഇന്ത്യക്കാർ കഴിഞ്ഞ ഉടനെ കമലേനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. കമല ജയിക്കുമെന്ന് അവർ കരുതിയതുമല്ല. കമല ജയിച്ചപ്പോഴാണ് ഇന്ത്യക്കാരി ആയതിൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് വന്നത്. ഇത്തവണ കമല പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുമെന്ന് കരുതിയില്ല. അപ്പോൾ കമല പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുമെന്ന് കേൾക്കുന്നു. അപ്പോൾ ഇന്ത്യക്കാർ പെട്ടു. അവിടെ ഓപ്പൺ സപ്പോർട്ടാണ് ട്രംപിന്. ഇനിയിപ്പോൾ ഈ ഇന്ത്യക്കാരായ സപ്പോർട്ടേഴ്സിനൊന്നും ഒലിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അവർ വലിയൊരു വോട്ട് ബാങ്കാണ്. അപ്പോൾ അവരെയും കൂടി ഒന്ന് ഇവർക്ക് ബ്ലാക്സിനെ ഇവർക്ക് സ്വാധീനിക്കാൻ പറ്റും. ഇവരെ അച്ഛനോ മറ്റേ ബ്ലാക്ക്, ഇവർക്ക് അങ്ങനെ ഒരു വെസ്റ്റ് ഇന്ത്യൻ കണക്ഷൻ, കരീബിയൻ കണക്ഷൻ കൂടി ഉണ്ട്. അപ്പം അതുകൊണ്ട് അതൊരു പ്രശ്നം ഉണ്ടാക്കും. അത് വാൾ സ്ട്രീറ്റിന് വേറെ തന്ത്രമാകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്കത് ഇലക്ഷൻ നവംബർ വരെ നമുക്ക് നോക്കാം. ഇത്തവണ ഒരു അനിശ്ചിതത്വം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ട്രംപിന് നല്ല മേൽക്കൈ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ അമേരിക്കൻ സെൻസിബിലിറ്റിയെ എന്ന് വെച്ചാൽ ഈ പറയുന്ന അമേരിക്കൻ ജനാധിപത്യത്തെ സെൻസിബിലിറ്റിയെ കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ചര്യകളെ, ശീലങ്ങളെ കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്ന ആളാണ്. ട്രംപ് എല്ലാ അർത്ഥത്തിലും മാറ്റത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ മാറ്റം കൊണ്ടുവരാൻ അത്ര എളുപ്പമൊന്നുമല്ല. അതിസമ്പന്നരായിട്ടുള്ള ആളുകളാണ് ബേസിക്കലി അവസാനം കാര്യങ്ങൾ തീരുമാനിക്കുക. അമേരിക്കയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും. അപ്പോൾ അവിടെയാണ് പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.